ഇന്നത്തെ നമ്മുടെ യാത്ര ശാസ്ത്രവും ശുദ്ധമായ ജ്ഞാനവും ചേർന്ന ഒരു അപാര രഹസ്യത്തിലേക്കാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് നാസയും ISROയും ചേർന്ന് മാർസ്, അതായത് നമ്മുടെ ചുമന്ന ഗ്രഹത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. അത്ഭുതകരമായ ഒന്നായി ലോകം അതിനെ ഏറ്റെടുത്തു. എന്നാൽ കാലങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെ ഒരു 6-ാം നൂറ്റാണ്ടുകാരനായ ജ്യോതിഷ പണ്ഡിതൻ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഗുരുത്വാകർഷണത്തിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന കാലത്ത് ഭൂമിയിലേക്ക് വസ്തുക്കൾ പതിക്കുന്നതിനുള്ള അടിസ്ഥാനം ചില ബലങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ വരാഹമിഹിരൻ. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ കുലപതികളിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹമാണ് ചൊവ്വാഗ്രഹത്തിൽ ജലത്തിന്റെ അംശമുണ്ടെന്ന് പ്രവചിച്ചതും അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതും. അതും 1400 വർഷങ്ങൾക്ക് മുൻപേ തന്നെ. വരാഹമിഹിരൻ എഴുതിയ പഞ്ചസിദ്ധാന്തിക എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 5 പ്രധാന ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങൾ സംഗ്രഹിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് സൂര്യ സിദ്ധാന്തം. ഇതിൽ അദ്ദേഹം ചൊവ്വാഗ്രഹത്തെക്കുറിച്ചും അത്രയും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രന്ഥത്തിൽ ഗ്രഹത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ വ്യത്യാസം ഇന്നത്തെ മോഡേൺ സയൻസിനെ അപേക്ഷിച്ച് വെറും 11% മാത്രമേ പിഴവുള്ളൂ. അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിലെ ഇരുമ്പിന്റെ സാന്നിധ്യവും ഒപ്പം ജലത്തിന്റെ സാന്നിധ്യവും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാസയുടെ മാർസ് റീകോണൈസൻസ് ഓർബിറ്ററും ISROയുടെ മംഗൾയാനും മാർസിൽ ജലത്തിന്റെ ഖരരൂപമായ ഐസ് ഉണ്ടെന്നും മാർസിന്റെ മണ്ണിൽ ഇരുമ്പ് ധാരാളമായി ഉണ്ടെന്നും കണ്ടെത്തി. അതും ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം. എന്നാൽ ഇത് വരാഹമിഹിരന്റെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു പിന്തുണയാണ് നൽകുന്നത്. വരാഹമിഹിരൻ ഇത് കൃത്യമായി പ്രവചിച്ചതോ അതോ ഇത് ശാസ്ത്രത്തിന്റെ പ്രാചീന പതിപ്പോ? ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ, ചോദ്യങ്ങളാണ് ഉളവാക്കുന്നത്. പുരാതന ഇന്ത്യക്ക് എങ്ങനെ ഇത്രയും ശുദ്ധവും പ്രോഗ്രസീവുമായ ഒരു ആസ്ട്രോണമിക്കൽ ധാരണകൾ ഉണ്ടായി? അദ്ദേഹം ഇത് വെറും കാഴ്ചകൾ കൊണ്ട് മാത്രമാണോ അതോ അതിശക്തമായ വിശകലന ശേഷി കൊണ്ടാണോ പ്രവചിച്ചത്? വരാഹമിഹിരന്റെ കാലത്ത് ദൂരദർശിനി അളവുകൾ, ഗൃഹചലനങ്ങൾ, അനന്തരഫലങ്ങൾ എന്നിങ്ങനെയുള്ള കൃത്യതകൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ വായിച്ചാൽ നാം ഇപ്പോൾ പറഞ്ഞു പോകുന്നത് ഇത്ര ലളിതമായ കഥയല്ല. നമ്മുടെ ഭാരതത്തിന്റെ പുരാതന ഗ്രന്ഥങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തിന്റെ സത്യം. അതെ, പുരാതന ശാസ്ത്രജ്ഞന്മാർ ഗ്രന്ഥങ്ങളെ കണ്ണുകൊണ്ടല്ല, അവരുടെ മനസ്സിലെ തത്വചിന്തകളും പാഠങ്ങളും കൂടി ഉപയോഗിച്ചാണ് നിരീക്ഷിച്ചത്. അവർക്കായി ആകാശം ഒരു ജ്ഞാന സ്രോതസ്സായി മാറി. ഒരു ദർശനമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനവും അതുകൊണ്ട് അവർ വീക്ഷിച്ച ഗ്രഹങ്ങളും ഇന്നത്തെ ശാസ്ത്രം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ഗ്രഹത്തിലെ ജലം ആധുനിക ഉപഗ്രഹങ്ങൾ കൊണ്ട് കണ്ടെത്തുന്നതിന് മുമ്പ് വരാഹമിഹിരൻ അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ട സമയമല്ലേ? ഈ ഗ്രന്ഥങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശാസ്ത്രം വീണ്ടും വായിക്കേണ്ട സമയമായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.